നയതന്ത്ര തലത്തിൽ ഇടപെടാൻ നിയന്ത്രണങ്ങളുള്ള യമനിൽ തന്റെ വ്യക്തിപരമായ ഇടപെടലുകൾ കൊണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും യമന്റെ ആഗോളമുഖവും സുഹൃത്തുമായ ഷെയ്ഖ് ഹബീബ്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ആരാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് എന്ന ചോദ്യമാണ്. മുഹമ്മദ് നബിയുടെ 39ാം തലമുറയുടെ നേരിട്ടുള്ള പിൻഗാമി, ലോകത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ മുൻനിരയിലുള്ള വ്യക്തി, 30 തലമുറകളായി യമനിൽ പണ്ഡിത പാരമ്പര്യം, ഇസ്ലാമിക വിജ്ഞാനത്തിൽ ആഴത്തിലുള്ള പഠനം നടത്തിയ, കുട്ടിക്കാലം മുതൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് ആഗോളതലത്തിൽ സ്വാധീനമുള്ള 500 മുസ്ലിം പണ്ഡിതന്മാരിൽ ഒരാൾ കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സംഘടനയായ നഹ്ദത്തുൽ ഉലമയുടെ പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഇദ്ദേഹം. IS, അൽ-ഖ്വയ്ദ പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഇദ്ദേഹത്തോട് കടുത്ത എതിർപ്പാണ്. ഇതിന് കാരണമാകട്ടെ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിലുള്ള സംഘർഷങ്ങൾ ഇല്ലാതാക്കാനുള്ള രേഖയിൽ ഒപ്പുവെച്ചതും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി AP അബൂബക്കർ മുസ്ലിയാരുമായും മർക്കസ് എന്ന സ്ഥാപനമായും മികച്ച ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത്. മലപ്പുറം മഅദിൻ അക്കാദമിയുടെ ശിലാസ്ഥാപനത്തിനായി ആദ്യമായി ഇദ്ദേഹം ഇന്ത്യയിലെത്തി. യമനിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇന്ത്യക്ക് നയതന്ത്രപരമായി നേരിട്ടിടപെടാൻ പരിമിതികളുണ്ടായിരുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സമയത്താണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അഭ്യർത്ഥനയിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് ഇടപെടുന്നത്. തലാൻ അബ്ദുൽ മഹദിയുടെ കുടുംബം ഇതിന് ആദ്യം വിസമ്മതിച്ചെങ്കിലും ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് ചർച്ചകളിൽ നേരിട്ടിടപെട്ടതോടെ താൽക്കാലിക ആശ്വാസമായി.